ആക്ച്വലി ക്രിയാറ്റിൻ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ മുടി ഒഴിച്ചിൽ മാറുകയാണ് കേട്ടോ ചെയ്തത്. പണ്ട് ഇതുപോലെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വരുമായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. അത് ക്രിയാറ്റിൻ കാരണമൊന്നും അല്ല കേട്ടോ. ഞാൻ ഹെയറിൽ പണ്ട് ഒരുപാട് കോൺഷ്യസ് ആയ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് അത്യാവശ്യം മുടി ഒഴിച്ചിലും ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിനെ പറ്റി വെറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് സ്ട്രെസ് കുറയ്ക്കുക. ഈ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ഹെയർ ലോസിന്റെ വലിയൊരു റിസ്ക് ഫാക്ടറാണ്. സ്ട്രെസ് കുറയ്ക്കാൻ ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചെയ്തത് ബോഡിക്ക് ആവശ്യമുള്ള പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുക്കുക. ഹെയർ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതല്ല, നമ്മുടെ ബോഡിക്ക് മൊത്തത്തിൽ ആവശ്യമായ ന്യൂട്രീഷൻ കൊടുത്താൽ മതി. ആവശ്യത്തിന് കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് കഴിക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, മൈക്രോ ന്യൂട്രിയൻസ് വേണ്ട അളവിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ കൊടുക്കുന്ന സമയത്ത് അതിൽ സൾഫർ അമിനോ ആസിഡ്സ് ഉണ്ട്. സ്പെസിഫിക്കലി സിസ്റ്റീനും മെത്തിയോണൈനും. രണ്ടും ഹെയറിലുള്ള കെരാറ്റിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. പാവം ക്രിയാറ്റിനായി ഹെയർ ലോസിന് ഒരു ബന്ധമില്ല. ഈ ന്യൂട്രീഷനും വർക്കൗട്ടും പ്രോപ്പർ ആക്കിയിട്ടും ഹെയർ ഫോൾ വരുന്നവരുണ്ട് കേട്ടോ. അത് ജനറ്റിക് റീസൺസ് ആണ്. ജനറ്റിക്സ് നമ്മുടെ കയ്യിലല്ല, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയർ ആക്കുക, അത്രേ ഉള്ളൂ.